പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ അങ്ങയുടെ പൊന്നുമക്കളിതാ ആയിരിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതാ തുറക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന നിമിഷം തന്നെ അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് നൽകി, ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ വിശുദ്ധീകരിച്ചാലും ഈ തിരുവചനങ്ങൾ ഞങ്ങൾ കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാക്കി അങ്ങ് മാറ്റിത്തരണമേ. ശരിയായ സൗഖ്യവും രോഗശാന്തിയും ഈ തിരുവചനങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ വചനം എവിടെയെല്ലാം പ്രകമ്പനം കൊള്ളുന്നുവോ അവിടെ നിന്നെല്ലാം പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് സഹായിക്കണമേ. എവിടെയെല്ലാം അന്ധകാര ശക്തികളുണ്ടോ അവിടെ നിന്നെല്ലാം അന്ധകാരം മാറി ഈ വചനത്തിലൂടെ പ്രകാശം പരക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് സഹായിച്ചാലും ഈ തിരുവചനം കേൾക്കുന്ന കുടുംബങ്ങളിലെ കുടുംബ സമാധാനവും സാമ്പത്തികമായ ഭദ്രതയും സുഭിക്ഷതയും അങ്ങ് നൽകണമേ. ഈ തിരുവചനത്തെ ഇപ്പോൾ ശ്രവിക്കുന്ന മക്കൾക്ക് അങ്ങ് എന്തെന്നില്ലാത്ത സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധ മറിയമേ, ഈ ശുശ്രൂഷയെ അമ്മ ഏറ്റെടുക്കണമേ. ലോകമെമ്പാടുമുള്ള മക്കളിലേക്ക് അമ്മ തന്നെ ഈ വചനത്തെ സംവഹിക്കണമേ. ഗുഡ്നസ് ശുശ്രൂഷയിലൂടെ ലോകമെമ്പാടും ദൈവമഹത്വം ഉളവാകുവാൻ അങ്ങ് തിരുമനസ്സാകണമേ. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, എൻ്റെ പൊന്നുമക്കളെ, നല്ലവനായ കർത്താവ് തൻ്റെ തിരുവചനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവചനങ്ങളിലൂടെ നമ്മോട് സംഭാഷിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ തരുവാൻ തിരുമനസ്സാണ്. എന്തെല്ലാം വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം നമുക്കുണ്ട്, സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും നമുക്ക് ഈ ലോകത്തിൽ കിട്ടിയാലും അതൊന്നും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ പോരുന്നവയല്ല. ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്കൊരു സമാധാനം കിട്ടുകയില്ല. നമുക്ക് ലഭിക്കുന്ന സമാധാനം ദൈവസ്നേഹത്തിൽ നിന്ന് ഉറവെടുക്കുന്ന സമാധാനമാണ്. നമുക്ക് ലഭിക്കുന്ന ശാന്തി എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ശാന്തിയും തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമുക്കറിയാം, തീർച്ചയായിട്ടും വളരെയേറെ വിഷമത്തിലും വേദനയിലും ഉത്കണ്ഠയിലും ഇന്ന് ധാരാളം ആളുകൾ കഴിയുന്നുണ്ട്. ഒരിക്കൽ ഒരു മകൻ പറയുകയായിരുന്നു, അപ്പനുമായിട്ട് അവൻ മല്ലടിച്ചു. ആ മല്ലടിയിൽ ഒരു വാക്ക് അവൻ അപ്പനോട് പറഞ്ഞു, ഇത്രയെല്ലാം പ്രായമായിട്ടും അപ്പന് ലജ്ജയില്ലേ, താമസിക്കാൻ ഒരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൻ്റെ മുഖത്ത് നോക്കി മകൻ പറഞ്ഞ വാക്കാണ്. അപ്പൻ്റെ ഹൃദയത്തെ അത് വൂണ്ട് ചെയ്തു, അത് മുറിപ്പെടുത്തി. പൊന്നുമക്കളെ, ഇന്ന് ഒത്തിരി ആളുകൾ ഇതുപോലെ തന്നെയാണ്. പാർക്കുവാൻ വീടില്ലാതെ, കയറിക്കിടക്കുവാൻ ഭവനമില്ലാതെ വിഷമിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. വഴിയിറമ്പുകളിലും കടത്തിണ്ണയിലുമൊക്കെ രാത്രികാലങ്ങളിൽ ചെലവഴിക്കുന്ന മക്കളും ധാരാളമുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സ്വന്തമായി ഒരു ഭവനമില്ലാത്തതിൻ്റെ വേദനയാണ് ഇവിടെയെല്ലാം കാണുക. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലൂടെ യേശു ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ തിരുവചനത്തിലൂടെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈശോ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകാതിരിക്കട്ടെ. അസ്വസ്ഥമാകുന്ന ഹൃദയത്തെ കണ്ടുകൊണ്ടാണ് ഈശോ ഈ തിരുവചനം പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം ഒരിക്കലും അസ്വസ്ഥമാകാതിരിക്കട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ എന്നിലും വിശ്വസിക്കുക. എന്നിട്ട് ഈശോ പറയുന്നത് അറിയാമോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ഒരിക്കലൊരു മകൾ തൻ്റെ വീട്ടിൻ്റെ പരിമിതികളെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതെന്നറിയാമോ?
പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലമുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലമുണ്ട്. ആദ്യമേ ആ സ്വർഗീയ പിതാവിൻ്റെ ഭവനം എവിടെയെന്ന് അന്വേഷിച്ച് ആ ഭവനം കിട്ടുവാൻ നോക്കുന്ന പരിശ്രമിക്കാമോ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യണം അതിന് ചെയ്യേണ്ടത്? ഒന്ന്, ഇരുന്ന് പ്രാർത്ഥിക്കുക. രണ്ട്, പിതാവിനോട് തന്നെ പറയുക, ദൈവമേ, ഒത്തിരി വാസസ്ഥലങ്ങളുണ്ടെന്നാണല്ലോ ഈശോ പറഞ്ഞത്, അതുതന്നെയാണല്ലോ അച്ഛനും പറഞ്ഞത്. സ്വർഗത്തിൽ വാസസ്ഥലങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്കെന്താണ് കാര്യം? അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിടുതി, നല്ലൊരു വിടുതി തരണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ആ മകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ മകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ചകളിൽ ആരാധനയിൽ പങ്കെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ ജീവിതത്തിൽ തന്നെ സമാധാനമായി. ഈ സുവിശേഷ വചനത്തിൽ പറഞ്ഞ കാര്യം, അതായത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനപ്രകാരം അവൾ വിശ്വാസം ദൈവത്തിൽ അങ്ങ് അർപ്പിക്കുകയാണ്. വിവാഹപ്രായമായിരുന്നതായ അവളെ വിവാഹം കഴിക്കുവാനായി ഒരു യുവാവ് മുന്നോട്ട് വന്നു. ആ യുവാവ് അവളെ വിവാഹം കഴിച്ചു. വിവാഹിതനായ അയാള് ആദ്യമേ ചെയ്തെന്താണെന്നറിയാമോ? ആദ്യമേ ചെയ്തത് ഈ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ട സംവിധാനം അവനുണ്ടാക്കാൻ തുടങ്ങി. അവൻ ആരോടും ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. അവൻ ചെയ്തത് ഈ ഭാര്യയുടെ കുടുംബത്തെ ഒന്ന് ഉയർത്തിയെടുക്കണമെന്നുള്ള നല്ല ബോധ്യം അവനുണ്ടായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന അവനുണ്ടല്ലോ, അവൻ ആദ്യമേ അവൻ്റെ ഭാര്യയുടെ ഭവനം നന്നാക്കാൻ തുടങ്ങി. ഈ ഭവനമെല്ലാം നന്നാക്കി വേറൊരു വീട് വാങ്ങിച്ചു. ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് വീണ്ടും എൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ, അതായത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിതാവിൻ്റെ ഭവനം, ആ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് നീ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ആ വാസസ്ഥലങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, നീ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോഴേ ഇതാ നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ തന്നെ ദൈവം ഭവനമൊരുക്കുകയാണ്. ഈ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഭവനമില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വേദനിക്കരുത്. ഈ വചനമെന്നോർത്ത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി, അതായത് നിങ്ങൾക്ക് താമസിക്കേണ്ട ആ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വീണ്ടും വന്ന് ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. എൻ്റെ ഒരു പോയിന്റ് ഇതാണ്, ഈ ഭൂമിയിലാകട്ടെ സ്വർഗത്തിലാകട്ടെ പിതാവായ ദൈവവും ഈശോയും എനിക്ക് നൽകാത്ത ഭവനം എനിക്ക് വേണ്ട എന്ന് ഞാൻ എടുക്കണം. അതാണ് വേണ്ടത്. ഈ ലോകത്തിലാകട്ടെ സ്വർഗത്തിലാകട്ടെ പിതാവായ ദൈവവും ഈശോയും എനിക്ക് ഭവനം നൽകുവാൻ തിരുമനസ്സാകുന്നില്ല എങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയണം. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരാൻ നോക്കുക. കുഞ്ഞുമക്കളെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 2-ാമത്തെ അധ്യായം 5 മുതലുള്ളതായ തിരുവചനം വായിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് പറയാണ്, യേശുക്രിസ്തുവിന്റെ മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ മനോഭാവം? അത് പറയുന്ന ഇങ്ങനെയാണ്, അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവത്തിന്റെ സമാനതയെ മുറുകെ പിടിക്കേണ്ടതൊരു കാര്യമായി ഗണിക്കാതെ സ്വയം ശൂന്യമായി തീർന്ന് ദാസന്റെ വേഷമേറ്റെടുത്ത് അവിടുന്ന് അനുസരിച്ചു, മരിച്ചു, കുരിശിൽ മരിച്ചു. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തിയെന്ന്. പൊന്നുമക്കളെ, ഞാൻ നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി വരുന്ന ആ യേശുക്രിസ്തു എവിടെയാണ് പിറന്നതെന്ന് നോക്കിക്കേ. എവിടെയാണ് അവൻ പിറന്നത്? ലൂക്കാ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്, മറിയം അവനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ അവനെ കിടത്തി. എന്തെന്നാൽ സത്രത്തിൽ അവന് സ്ഥലം കിട്ടിയില്ല. ഒക്കെ പറഞ്ഞു വയ്ക്കുന്ന വാക്ക്. എന്തെന്നാൽ സത്രത്തിൽ അവന് സ്ഥലം കിട്ടിയില്ല. സത്രം എന്ന് പറയുന്നത് വഴിയമ്പലമാണ്. ഈ വഴിയമ്പലത്തിലെങ്കിലും സ്ഥലം കിട്ടുമോ എന്ന് നോക്കിയിട്ട് അവിടെ പോലും കിട്ടാതെയാണ്
കാലിത്തൊഴുത്തിൽ അവനെ പ്രസവിച്ച് കിടത്തിയത്. ഇത് വലിയൊരു ചോദ്യം, ഒരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരികയാണ്. നിങ്ങൾക്ക് ഭവനമില്ലേ? നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ലേ? നിങ്ങൾ നിരാശപ്പെടരുത്. എൻ്റെ ദൈവമായ കർത്താവ്, എൻ്റെ രക്ഷകനായ ഈശോ, അവൻ പിറന്നതെവിടെ? അവൻ പിറന്നതെവിടെ? അവൻ്റെ ഭവനം എവിടെ? സ്വന്തമായി ഒരു ഭവനമുണ്ടായിരുന്നോ? സ്വന്തമായി തലചായ്ക്കാൻ സ്ഥലമുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഈശോയ്ക്ക് ശക്തമായ ഭാഷയിൽ പറയാൻ സാധിച്ചു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ പോലും സ്ഥലമില്ല എന്ന്. യേശുവിൻ്റെ യഥാർത്ഥ അവസ്ഥ അവിടുന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോഴേ യേശുവിൻ്റെ ആ അവസ്ഥ, ആ കുറുനരികൾക്ക് മാളങ്ങൾ കൊടുത്ത കർത്താവ്, ആകാശപ്പറവകൾക്ക് കൂടുകൾ കൊടുത്ത കർത്താവ്, ആ കർത്താവിന് തലചായ്ക്കാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോഴേ നമുക്കൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഈ ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയിലാണ് ദൈവപുത്രൻ പിറന്നു വീണത് എന്നുള്ള കാര്യം. ആ പിള്ളക്കച്ചയിലാണ് ദൈവകുമാരൻ പിറന്നു കിടക്കുന്നത്. ആ കാലിത്തൊഴുത്തിലാണ് ദൈവകുമാരൻ്റെ വരവ്. ആ കാലിത്തൊഴുത്തിന് ചുറ്റുമാണ് മാലാഖമാര്, ആട്ടിടയന്മാര് ഒരുമിച്ച് കൂടി നിന്ന് സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ആ പുൽത്തൊഴുത്തിന്റെ മധ്യത്തിൽ അവിടെയാണ് പൂജരാജാക്കന്മാർ വന്നത്. കുഞ്ഞുമക്കളെ, വസതി എവിടെ? വസതി എവിടെയെന്ന് ചിന്തിച്ചും സ്വയം ശപിക്കുകയും മാതാപിതാക്കന്മാരെ പഴിചാരുകയെല്ലാം ചെയ്യുമ്പോഴേ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ദൈവപുത്രന്റെ തിരുജനനം എവിടെയായിരുന്നു എന്നുള്ളതാണ്. പലർക്കും പ്രയാസമാണ് ഇന്ന്. ഒരിക്കലൊരു അപ്പൻ തൻ്റെ മകളെക്കുറിച്ച് പറയാണ്, അവൾക്ക് എപ്പോഴും ദേഷ്യമാണ്. അവൾ എപ്പോഴും പറയുന്നത്, ആ വീട് പോലെ ഒരു വീടാണ് നമുക്ക് വേണ്ടത്. ഈ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരികളെ കൊണ്ടുവരുന്നത്? ഈ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ കൊണ്ടുവരുന്നത്? ഞാൻ ഒരിക്കലും കൊണ്ടുവരില്ല, നല്ല വീടില്ലാതെ എന്ന് പറയുകയാണ്. പൊന്നുമക്കളെ, ഇവിടെയാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം ദൈവപുത്രൻ പിറന്ന സ്ഥലമാണ്. ദൈവപുത്രൻ പിറന്ന സ്ഥലമാണ് നമുക്ക് വലിയ വലിയ മാതൃക നൽകുകയാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നാം കാണുന്നത് ദാരിദ്ര്യത്തിൻ്റെ പാരമ്യതയിലാണ് ദൈവത്തിൻ്റെ തിരുമുഖം തെളിഞ്ഞു കാണുന്നത്. ദാരിദ്ര്യത്തിൻ്റെ പാരമ്യതയിൽ അസീസിയിലെ ഫ്രാൻസിസിനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ആ ഫ്രാൻസിസിന് സാമ്പത്തികമായ സുഭിക്ഷതയുണ്ടായിരുന്നു, നല്ല വീടുണ്ടായിരുന്നു, നല്ല ചുറ്റുവട്ടമുണ്ടായിരുന്നു. എന്നാൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ യേശുവിൻ്റെ ദാരിദ്ര്യത്തെ അവൻ സ്വീകരിച്ചു. ആ ദാരിദ്ര്യത്തെ പുല്ലുകയും ആ ദാരിദ്ര്യത്തിലൂടെ ജീവിക്കാൻ കടന്നു വന്നപ്പോഴേ അവൻ എന്ത് ചെയ്തു? അവൻ ഭിക്ഷാപാത്രം എടുത്തു. സെന്റ് ഡാമിയൻ ദേവാലയം, ഇടിഞ്ഞു വീണുകൊണ്ടിരുന്ന സെന്റ് ഡാമിയൻ ദേവാലയം, അത് പടുത്തുയർത്തണമെന്നുള്ളൊരു ആഗ്രഹം അവനുണ്ടായി. അവിടെ മാനസാന്തരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ സെന്റ് ഡാമിയൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അവിടെ ഉണ്ടായിരുന്ന കുരിശുരൂപം അവന് വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട് വലിയ അടയാളം പോലെ അവന് കൊടുത്തു. എന്നെ അനുഗമിക്കുക എന്നുള്ളതായ സന്ദേശം അവന് കൊടുക്കുകയാണ്. ഈ പള്ളി നീ പുനരുദ്ധരിക്കണം, ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന പള്ളി നീ പുനരുദ്ധരിക്കണമെന്ന്. ദൈവമേ, ഞാൻ എങ്ങനെ പുനരുദ്ധരിക്കും? ഈ പള്ളി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പള്ളി ഞാൻ എങ്ങനെ പുനരുദ്ധരിക്കും? എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ അനുജൻ എന്നെ വേണ്ട, ആകപ്പാടെ തകർന്ന് ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഈ ഫ്രാൻസിസ് തീരുമാനിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ അവൻ തീരുമാനമെടുത്തത് ഈ ദേവാലയം പുനരുദ്ധരിക്കണം, അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതമാകുന്ന ആലയവും പുനരുദ്ധരിക്കണം. അങ്ങനെ രണ്ട് പുനരുദ്ധാരണത്തിന് വേണ്ടി അവൻ കടന്നു വന്നു. വികാരിച്ചൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അച്ഛാ, ഈ ഇടിഞ്ഞു വീണ് കിടക്കുന്ന ദേവാലയം പുനരുദ്ധരിക്കാൻ അങ്ങ് അനുവദിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, നീ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവൻ പ്രഭാതത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്തതിനു ശേഷം അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആളുകളോട് ചോദിക്കുകയാണ്, കല്ല് തരാമോ, പണം തരാമോ, അത് തരാമോ, ഇത് തരാമോ എന്നെല്ലാം ചോദിച്ച് അവനിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഉച്ചയായി, പട്ടിണി, വിശപ്പുണ്ട്, ഭയങ്കരമായ വിശപ്പ് വരുമ്പോഴത്തേന് 1-2 ദിവസമൊക്കെ വികാരിച്ചൻ ഭക്ഷണം കൊടുത്തു. പിന്നെ വികാരിച്ചൻ പതുക്കെ കണ്ണടച്ചു. അപ്പോൾ ഇവൻ ചെയ്യുന്നത് എന്താ അറിയാമോ? വിശന്നും ആ ഒട്ടിയ വയറോടുകൂടി അവൻ തൻ്റെ ഭിക്ഷാപാത്രവും എടുത്തുകൊണ്ട് ആളുകളുടെ അടുക്കിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, വല്ലതും തരാമോ എന്ന് ചോദിക്കുകയാണ്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ആ പ്രവർത്തനത്തിലൂടെ ഫ്രാൻസിസ് അനുഭവിച്ച വലിയ ദൈവാനുഭവം
അതുല്യമായ ദൈവാനുഭവമായിരുന്നു. ഭിക്ഷാപാത്രത്തിലെ ദാരിദ്ര്യത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ടവനാണ് ഫ്രാൻസിസ്. ഇന്ന് ധാരാളം ഫ്രാൻസിസ്കൻ പുരോഹിതന്മാര്, ബ്രദേഴ്സ് ഈ പാതയിലൂടെ തന്നെ ചരിക്കുന്നവരുണ്ട്. പൊന്നുമക്കളെ, നമുക്കറിയത്തില്ലേ, രാജാക്കന്മാരായിരുന്നവര് അവർ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി അവരുടെ കിരീടം താഴെ വെച്ചിട്ട് യേശുവിനെ പോലെ ദാരിദ്ര്യത്തിലേക്ക് കടന്നു വന്നത് യേശുവിൻ്റെ ആ മഹത്വത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ സമാനതയെ മുറുകെ പിടിക്കേണ്ടതൊരു കാര്യമായിട്ട് ഗണിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസന്റെ വേഷമേറ്റെടുത്തു. ദരിദ്രനായി തീർന്ന ഈശോ, അവന് വിശന്നു. നമ്മൾ കാണുന്നില്ലേ പ്രഭാതത്തിൽ, അതായത് മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാണ്, യേശു പ്രഭാതമായപ്പോൾ അവന് വിശന്നു എന്നൊക്കെ പറയുന്ന വാക്കാണ്. പ്രഭാതമാത്തിൽ അവൻ ഉണർന്നു വന്നപ്പോൾ അവന് വിശന്നു എന്നുള്ളതാണ്. ഈ പ്രഭാതത്തിലെ വിശപ്പ് എന്തുകൊണ്ട്? പ്രഭാതത്തിലെ വിശപ്പ് എന്ന് പറയുന്നത് അവൻ അത്താഴപ്പട്ടിണിയിൽ കഴിയുകയായിരുന്നു. നല്ല അത്താഴം കഴിച്ചൊരു വ്യക്തിക്ക് പ്രഭാതത്തിൽ വിശപ്പുണ്ടാവുകയില്ല. ഈ യേശുവിനാകട്ടെ വലിയ വിശപ്പ്. അത്താഴം കിട്ടാതിരുന്നവൻ അത്തിമരത്തിൻ്റെ പിക്കലേക്ക് പോവുകയാണ്, വല്ലതും കാണുമെന്ന് വിചാരിച്ചുകൊണ്ട്. യേശുവിൻ്റെ അവസ്ഥ അതായിരുന്നു. യേശുവിൻ്റെ അവസ്ഥ ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയായിരുന്നു. നമ്മൾ നമ്മുടെ ദാരിദ്ര്യത്തെ കാണേണ്ടത് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വചനത്തിലേക്കൊന്ന് തിരിച്ചു വരാം. ദരിദ്രനായി തീർന്ന ആ യേശുവിനെ പറയുന്നതാണ്, അവൻ മരിച്ചു, കുരിശിൽ മരിച്ചു, ആകയാൽ പിതാവ് അവനെ ഉയർത്തി എല്ലാ നാമത്തേക്കാൾ വലിയ നാമം അവന് കൊടുത്തു. ഇതാണ് പറയുന്നത്, എല്ലാ നാമത്തേക്കാൾ വലിയ നാമം അവന് കൊടുത്തു. അതെ, സകല മുട്ടുകളും, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും ആ നാമശ്രവണ മാത്രയിൽ മടക്കുക തന്നെ ചെയ്യും. അത്രമാത്രം ശക്തമായ നാമം അവന് കൊടുത്തു എന്ന്. ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മഹത്വമാണത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ പൊന്നുമക്കളെ? 2 കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ, താമസിക്കുന്ന സൗകര്യങ്ങൾ, വീട്, സ്വന്തമായ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകരുത്. സ്വന്തമായി വീടുണ്ടാകണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശമാണ്. ഫണ്ടമെന്റൽ നീഡാണത്, ഫണ്ടമെന്റൽ റൈറ്റ് ആണത്. സ്വന്തമായ ഭവനം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം എന്ന് പറയുന്നത് അത് കിട്ടിയാൽ മനുഷ്യന് അവൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ പാർപ്പിടം വേണമെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാൽ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് വരണം. അതായത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവന് അനേക വാസസ്ഥലങ്ങളുണ്ട്, അതിലേക്ക് നിങ്ങൾ ഉയരണം, നിങ്ങളുടെ കണ്ണുകൾ ഉയരണം, അതിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉയരണം. എന്നിട്ട് ഈശോ എനിക്ക് നൽകുന്ന ഭവനം, ഞാൻ പോയി നിങ്ങൾക്ക് പാർപ്പിടമുണ്ടാക്കിയതിനു ശേഷം ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതവും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക. എനിക്ക് വേണ്ടി എൻ്റെ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലം, എനിക്ക് വേണ്ടി ഈശോ എനിക്ക് തയ്യാറാക്കുന്ന വസതി, ഇതിലേക്കാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പ്രചോദിപ്പിക്കുന്ന 2-ാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പരാതിയില്ലാത്തൊരു ജീവിതമുണ്ടാകട്ടെ. ആവലാതികളും പരാതികളും ഇല്ലാത്തൊരു ജീവിതം. എന്തെന്തു പരാതികളാണ്. ഒരിക്കൽ ഒരു 45-50 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അയാൾ പള്ളിയിൽ വന്ന് കുറേ നേരം ഇരിക്കും. എല്ലാ ദിവസവും വന്നിരിക്കുമ്പോഴും എന്താ കാര്യം എന്ന രീതിയിൽ ചോദിച്ചപ്പോഴത്തേനെ അയാൾ പറയാണ്, വീട്ടിലിരുന്നാൽ ഇങ്ങനെ തെറ്റുകളും അതും ഇതും എല്ലാം കൂടെ എന്ന് പറഞ്ഞ് പരാതികളുടെ ഒരു കൂമ്പാരമാണ്, രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. കുറേ സമയം ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. പൊന്നുമക്കളെ നോക്കിക്കേ, പരാതിയില്ലാത്തൊരു ജീവിതം. നാം കിടക്കുന്ന ഭവനങ്ങളിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ, നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ, ധരിക്കുന്ന വസ്ത്രങ്ങളിൽ, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ഒരു പരാതിക്ക് പോകാതിരിക്കുക. ജീവിത സാഹചര്യങ്ങളെല്ലാം യേശുവിൻ്റെ ആ വീക്ഷണത്തിൽ കൂടി തന്നെ തീരുക. ഞാൻ സൂചിപ്പിച്ചില്ലേ, ബെത്ലഹേമിലെ പുൽത്തൊഴുത്തായിരുന്നു ഈശോയുടേത്. ഒരിക്കലും ഒരു മകൻ പറയായിരുന്നു, അപ്പനോട് പറയുക, നമ്മളിവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ കഴിയുകയാണ്, ഈ ഫ്ലാറ്റിൽ കഴിയുകയാണ്. താഴെ നോക്കിക്കേ പപ്പ, ആളുകൾ ചെറ്റക്കുടിലിൽ, ഒരു കുടിലിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയേ പപ്പ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അവർക്ക് മിനിമം സൗകര്യങ്ങൾ,
കുറഞ്ഞ സൗകര്യങ്ങളെങ്കിലും ഇല്ലെങ്കിൽ ഞാനിനി ഈ ഭവനത്തിൽ ഞാനിനി ഉണ്ടായിരിക്കില്ല എന്ന് അവൻ പറയുകയാണ്. അവൻ പറയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉയരും, ഞാൻ ജോലി ചെയ്യും, എനിക്ക് കിട്ടുന്ന ശമ്പളമെല്ലാം ഞാൻ ആദ്യമേ ഉപയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയായിരിക്കുമെന്ന്. അപ്പൻ പറഞ്ഞു, നടത്തിക്കൊള്ളുവാൻ പറയാം. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയാണ്. ഈ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം പോലെ നമ്മുടെ അയൽവക്കക്കാർക്കുണ്ടോ എന്ന്, വഴിയിറമ്പിൽ കിടക്കുന്നവർക്കുണ്ടോ എന്ന്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വില, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതിൻ്റെ നിലവാരങ്ങൾ, നിങ്ങൾ വസിക്കുന്ന പാർപ്പിടത്തിൻ്റെ നിലവാരം, ഇതെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ട് ഈ ജീവിതത്തെ ഒന്ന് ധന്യമാക്കാൻ നോക്കിക്കേ. യേശുവിനെ പോലെ ആകാൻ നോക്കിക്കേ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ഈശോയെ പോലെ ആയിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം എല്ലാവരും അവനെ പോലെയായിത്തീരും. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. നമുക്ക് അവനെ പോലെയായിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരനായ ഈശോ മിശിഹായുടെ ആ തിരുപ്പിറവിയുടെ നിമിഷം മുതൽ ഞാൻ ചിന്തിക്കുകയാണ്. അവിടുന്ന് പിറന്നു കിടന്ന പുൽത്തൊഴുത്തും കഠിനാധ്വാനം ചെയ്ത നസ്രത്തും അവിടുത്തെ ദാരിദ്ര്യവും വിശപ്പും തലചായ്ക്കാൻ പോലുമില്ലാത്ത അവസ്ഥയുമെല്ലാം ഞാൻ കാണുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ട കൃപ എനിക്ക് തരണമേ. എനിക്ക് വേണ്ടി സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ പിതാവായ ദൈവത്തിനുണ്ടല്ലോ. ആ വാസസ്ഥലത്ത് ഈശോ ഒരുക്കുന്ന ഭവനത്തിൽ എനിക്ക് അങ്ങ് സ്ഥലം തരുവാൻ തിരുമനസ്സാകണമേ. എല്ലാ മക്കളും ഈ ചൈതന്യത്തിലേക്ക് വരുവാൻ വേണ്ട കൃപ കൊടുക്കണമേ. ഉള്ളവരെ ഇല്ലാത്തവരെ സഹായിക്കുവാൻ, ഉള്ളവ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ വേണ്ട കൃപയും അങ്ങ് പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.